യെസ്, ഞാനിപ്പോൾ മലേഷ്യയിലാണ്. ഓമയുടെ ബർത്ത്ഡേ ദിവസം ദിയ കൃഷ്ണ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കാതെ ഭർത്താവിനെയും ഓമയെയും കൂട്ടി നേരെ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോകുന്നു. ഇതോടെ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് ₹1,00,000 ഇറങ്ങിയാലും ശരി തിരിച്ചു ചെല്ലുമ്പോ കാലണ കാണില്ല. കുറെ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അവരവസാനം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. നിങ്ങൾ ഈ പറയുന്നത് ഇനി കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് അശ്വിന്റെ ഫാമിലിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചു. വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട, ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ഇനിയും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവന് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ വൃത്തികെട്ട തള്ള. ഇത്രയും വലിയൊരു അഹങ്കാരി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടല്ലോ, ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഇവൻ നിർഗുണം എന്നാണല്ലോ വിളിക്കുന്നത്. ആറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിക്ക. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി പോയി. ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല. കുറെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ആകെ അരമ്പാവും. അവിടെ കുറെ ആൾക്കാർ വന്നിട്ട് കുട്ടീനെ എടുത്തോണ്ട് പോകും, പിന്നെ തിരിച്ചു വരില്ല. സീരിയസ്ലി ഇവർക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവണം. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അല്ല ദിയ ചേച്ചി, കൊച്ചിനെ തിരിച്ചു തരാതിരിക്കാൻ നിങ്ങൾ എന്താ അവിടെ പാർട്ടിക്ക് കുട്ടികളെ പിടുത്തക്കാരാണ് വിളിക്കുന്നത്? സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. പക്ഷെ ബർത്ത്ഡേ ക്ഷണിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നാണോ മാനോ ഇല്ലാതെ പോവാതിരിക്കുക. പട്ടി പോവും. എത്ര കുട്ടികളും പഠിക്കൂലെന്ന് വെച്ചാൽ